നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ദില്ലി പ്രക്ഷുബ്ധമാകുമോ? ചലോ മാർച്ച് അതിർത്തിയിൽ എവിടം വരെ എത്തി? വലിയ സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ തോന്നുന്നു. വലിയ പോലീസ് വിന്യാസമുണ്ട്. റോഡിലെ ബാരിക്കേഡുകളെയൊക്കെ മറികടന്ന് ഈ കർഷകർ ദില്ലി നഗരത്തിലെ റോഡുകളിൽ പ്രവേശിക്കുമോ? അരുൺ, കർഷകരുടെ ദില്ലി ചലോ മാർച്ച് ഇതിനോടകം തന്നെ പലയിടത്തും ട്രാക്ടറുകളിൽ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദില്ലിയിലേക്ക് അത് എത്തിപ്പെടുക അത്ര എളുപ്പമാകില്ല എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ ഉള്ളത് സിംഗു അതിർത്തിയിലാണ്. ഹരിയാന ബോർഡറാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. ഇവിടെ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ തന്നെ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തരത്തിലും ഈ കർഷക സമരം, ഈ മാർച്ച് ദില്ലിയിലേക്കോ അല്ലെങ്കിൽ ദില്ലിയുടെ പരിസര പ്രദേശങ്ങളിലേക്കോ കടക്കാത്ത രീതിയിൽ വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി, അതായത് വലിയ രീതിയിലുള്ള RAF സംഘത്തെ ഉൾപ്പെടെ കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ പോലീസ് സന്നാഹവും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ മാർച്ച് ദില്ലി അതിർത്തിയിലേക്ക് എത്തരുത് എന്നാണ് സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും ഉൾപ്പെടെ വെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കർഷകർ ദില്ലിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഈ കർഷകർ പൂർണ്ണമായും എന്താണെങ്കിലും ദില്ലിയിലേക്ക് എത്തുക, പ്രത്യേകിച്ച് ഈ ഹരിയാന അതിർത്തികൾ, പഞ്ചാബ് ഹരിയാന അതിർത്തികൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവിടെയും നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ കോൺക്രീറ്റ് പാളുകൾ ഉൾപ്പെടെ റോഡുകളിൽ നിർത്തിയിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് പാളുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നത്തേക്ക് വരിക എന്ന് പറയുന്നത് കർഷകർക്ക് വലിയ പാടായിരിക്കും. പ്രത്യേകിച്ച് ട്രാക്ടറുകളിൽ ഉൾപ്പെടെയാണ് കർഷകർ സമരത്തിന് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യം, അത്തരത്തിലൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും അതുകൊണ്ട് കർഷക സംഘടനയുടെ പ്രതിഷേധം ഒരുപക്ഷെ ഇന്നിപ്പോൾ സിംഗുവിലേക്ക് എത്തുമോ എന്ന സംശയങ്ങളുണ്ട്. അതേസമയം എത്തിക്കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ വേണ്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നും പ്രധാനപ്പെട്ട ഇത് സാധാരണ ട്രാഫിക്കിനെ ബാധിക്കുന്നുണ്ടോ? കാരണം ദില്ലിയിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ദില്ലിയിലേക്കും എത്തുന്ന യാത്രക്കാരെ, വലിയ കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള ചരക്ക് വാഹനങ്ങളുണ്ട്, ഒപ്പം യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട്. ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ? യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? അരുൺ, നിലവിൽ ദില്ലിയിലേക്ക്, അതായത് പ്രധാനമായും ദില്ലിയിലേക്കും ഒപ്പം ദില്ലിക്ക് പുറത്തേക്കുമുള്ള യാത്രകളെ ഇപ്പോൾ ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പ്രധാന കാരണം എന്ന് പറയുന്നത് പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കർഷകർ എത്തുന്നത്. പ്രധാനമായും ട്രാക്ടറുകളിലാണ് അവർ എത്തുക. അതുകൊണ്ട് തന്നെ പഞ്ചാബ് ഹരിയാന അതിർത്തി പൂർണ്ണമായും ഏറെക്കുറെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് താരണം ചെയ്തിട്ട് വേണം അവർക്ക് ഹരിയാന പിന്നിടാൻ. ഹരിയാന പിന്നിടുമ്പോഴും ഹരിയാനയ്ക്കകത്ത് പലയിടത്തും ബാരിക്കേഡുകൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയും. കോൺക്രീറ്റുകൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് അത്തരത്തിൽ ബാരിക്കേഡുകൾ, അതോടൊപ്പം കോൺക്രീറ്റ് പാളുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്, കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനോടകം തന്നെ. അതോടൊപ്പം അതിനപ്പുറം മാറിക്കഴിഞ്ഞാൽ ഫിൻസിങ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, അതായത് കമ്പിവേലി ഉൾപ്പെടെ ചുറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ആ മേഖലകൾ കവർ ചെയ്ത് വേണം കർഷക സംഘടനകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. ഇതേ രീതിയിൽ തന്നെ ഹരിയാനയുടെ പല ഭാഗങ്ങളിലും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനോടകം തന്നെ പോലീസും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ നിന്ന് പൂർണ്ണമായും കവർ ചെയ്ത് എത്തിയെങ്കിൽ മാത്രമാണ് ദില്ലിയിലേക്ക് ഈ കർഷക സമരം എത്തുകയുള്ളൂ. അത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നു. അതേസമയം ചില കോണുകൾ, പ്രത്യേകിച്ച് ഹരിയാനയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ കർഷകർ പുറപ്പെട്ടിട്ടുണ്ട്. അതെന്താണെങ്കിലും അവർ ഒരുപക്ഷെ ഇങ്ങോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കർഷക സമരം ഒരുപക്ഷെ ഇങ്ങോട്ട് എത്തുമെന്ന പ്രതീക്ഷ ഇവർക്കുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്രയധികം RAF ടീമിനെ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ദില്ലിയിലേക്കും ഒപ്പം ദില്ലിക്ക് പുറത്തേക്കും വലിയ രീതിയിൽ തന്നെ ഗതാഗത കുരുക്കുകളെ ബാധിച്ചിട്ടുള്ള മറ്റ് പല വഴികളും, പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകേണ്ട റൂട്ടുകളുടെ ഉൾപ്പെടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസിൻ്റെയും ഒപ്പം ഹരിയാന പോലീസിൻ്റെയും പഞ്ചാബ് പോലീസിൻ്റെയും ഉത്തർപ്രദേശ് പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് വഴികളിൽ കൂടിയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നു. നിലവിൽ വലിയ ട്രാഫിക് പോക്കില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് നോബൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം എത്ര അകലെ വരെ ഈ കർഷകരുടെ ഈ ട്രാക്ടർ മാർച്ച് എത്തിയിട്ടുണ്ടാവും? അരുൺ, നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹരിയാന, അത് സോനിപ്പത്തിനപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാർച്ചുകൾ ചെറിയ തോതിലെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും 10 മണിയാണ് ഇതൊരു സമയമായി അവർ നിശ്ചയിച്ചിരിക്കുന്നത്. ആ 10 മണിക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു മാർച്ചിൻ്റെ രീതി നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ, അതിൻ്റെ സ്വഭാവം അറിയാൻ കഴിയുള്ളൂ. എന്താണെങ്കിലും നിലവിൽ കർഷകർ മാർച്ചിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. പലയിടത്തു നിന്നും ട്രാക്ടറുകൾ കൂട്ടമായി വരുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിനോട് തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയും മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ തടയുന്നതായ കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. നമുക്ക് വിശദമായി മാർച്ച് യാത്രയിലേക്ക് എത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാം.